കാഫിർ പ്രയോഗത്തിലേക്കാണ്. വടകരയിലെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും അധികം ചർച്ചയായ വിഷയമാണ് അത്. ഇപ്പോഴും വളരെ സജീവമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ അന്വേഷണം എത്തി നിൽക്കുന്നത് ഒരു DYFI നേതാവിലാണ്. അതിനപ്പുറത്തേക്ക് ഈ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. ഇന്നിപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ച പ്രതികരണം CPM-ന്റെ നേതൃത്വത്തിൻ്റെതായിരുന്നു. അതിൽ MV ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനമാണ് ഏറ്റവും ഒടുവിലായി വന്നത്. അപ്പോൾ ദാവൂദ് സാർ, ഇന്നത്തെ പത്രസമ്മേളനത്തിൽ MV ഗോവിന്ദൻ്റെ കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനവും അതിനുശേഷം നടന്ന ചോദ്യോത്തരവും ഏതാണ്ട് മുഴുവൻ കണ്ടു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വടകരയുടെ ഒരു പശ്ചാത്തലം, ഇത് ഈ കാഫിർ വിവാദത്തെ നിങ്ങൾ അതിനെ ഒറ്റ തിരിച്ച് കാണരുത്. വടകരയിൽ തെരഞ്ഞെടുപ്പുമായിട്ടുണ്ടായിട്ടുള്ള ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ കാണുമ്പോഴാണ്, മൊത്തത്തിൽ കണ്ടുകൊണ്ടേ കാഫിർ വിവാദത്തെയും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ UDF-കാർ വ്യാപകമായിട്ട് വ്യാജ പ്രചാരണങ്ങൾ നടത്തി KK ശൈലജയ്ക്കെതിരെ അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന സ്വഭാവത്തിൽ, ലൈംഗികമായി അധിക്ഷേപിക്കുന്ന സ്വഭാവത്തിൽ, അവരെ വർഗീയവാദിയെ ചിത്രീകരിക്കുന്ന സ്വഭാവത്തിൽ വ്യാപകമായ പ്രചാരണം UDF നടത്തി. അപ്പോൾ അതൊന്നും കാണാതെ ഇത് മാത്രം കാണുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് വടകരയിൽ വളരെ മോശമായ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ആ സമയത്ത് അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദത്തെ അപ്രസക്തമാക്കുന്നൊരു പോയിന്റ് പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പേരിൽ 17ഓളം കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് തന്നെയാണ് അതിലെ പ്രശ്നം. 17 കേസുകൾ ചാർജ് ചെയ്തെന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ കൃത്യം നമ്പർ എത്ര. ധാരാളം കേസുകൾ അവിടെ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് മിക്കതും UDF-ൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർക്കെതിരെയാണ്. ഇതാണ് ഇതിലെ പ്രശ്നം. കാരണം ഈ വടകര എപ്പിസോഡിലെ ഏറ്റവും മാരകവും വിഷലിപ്തവുമായിട്ടുള്ള ഈ പ്രചാരണം, മോശം പ്രചാരണത്തിൽ ഏറ്റവും വിഷലിപ്തമായിട്ടുള്ള ഒരു പീസാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? കാരണം പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നു ഇത് വന്ന വഴി കൃത്യമായിട്ട് അതിന് സമയം വെച്ചിട്ട് ഇത്രാം തീയതി ഇത്ര സമയം അമ്പാടിമുക്ക് പോരാളി ഷാജിയിൽ, ഇത്രാം തീയതി ഇത്ര സമയം അമ്പാടിമുക്ക് സഖാകളിൽ, ഇത്രാം തീയതി ഇത്ര സമയം റെഡ് ബറ്റാലിയനിൽ, ഇത്രാം തീയതി ഇത്ര സമയം പിന്നെന്താ റെഡ് എൻകൗണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ റിപ്പോർട്ട്, ഔദ്യോഗികമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ പോലീസ് കൊടുക്കുന്നു. അപ്പോൾ ആ റിപ്പോർട്ട് പ്രകാരം ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റബേഷ് എന്ന് പറയുന്ന DYFIയുടെ മേഖലാ പ്രസിഡന്റ്. അപ്പോൾ ഇവരിത് ഉണ്ടാക്കിയോ ഇവർ ചെയ്തൊന്നുമല്ല, ഇവരിത് ഷെയർ ചെയ്തു എന്നുള്ളത് തന്നെ നമ്മളുടെ നിയമപ്രകാരം കുറ്റകൃത്യമാണ്. കാരണം അങ്ങേയറ്റം വർഗീയ വിദ്വേഷം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കണ്ടൻ്റാണത്. അപ്പോൾ ഇവർക്കെതിരെ സർക്കാർ, പോലീസ് എന്ത് നടപടി? ഇപ്പോൾ ഗോവിന്ദൻ മാഷ് തന്നെ പറയുന്ന 17 കേസുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവർക്കെതിരെ കേസെടുക്കാത്തത്? ആ കേസുകൾ എന്തുകൊണ്ട് ഇത് പെടുന്നില്ല എന്ന ഒരു പ്രശ്നം അവിടെയുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, നമുക്ക് പോലീസ് കേസെടുക്കാത്തതിന് പോലീസിനോട് ചോദിക്കുന്നതാണ് ഗോവിന്ദൻ മാഷ്ക്ക് പറയാം. ഓക്കെ ഫൈൻ, പോലീസിൻ്റെ കാര്യം പോലീസിനോട് ചോദിക്കാം. ഗോവിന്ദൻ മാഷ് മറുപടി പറയേണ്ട പ്രശ്നം ഇപ്പോഴും അവിടെ ബാക്കി നിൽക്കുകയാണ്. ഈ പറയുന്ന റബേഷ് എന്ന് പറയുന്ന ആളാണ് ഇത് ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് തനിക്ക് കിട്ടിയത് എന്ന് റബേഷ് പറയാൻ സന്നദ്ധമാവുന്നില്ല എന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. ഹി കുഡ് നോട്ട് എന്നുള്ളതാണ്. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണല്ലോ അയാൾ. DYFIയുടെ മേഖലാ പ്രസിഡൻ്റാണ്, CPM-ൻ്റെ മെമ്പറാണ്. പാർട്ടിക്ക് ചോദിക്കാമല്ലോ, സഖാവേ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോൾ UDF-കാരുടെ സൃഷ്ടിയാണ്, UDF-കാർ ചെയ്താണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് EP ജയരാജൻ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് അത് കൃത്യത വരുത്താൻ ഏറ്റവും അധികം സാധിക്കുന്ന അതിന് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാരാണ്? ഈ റബേഷാണ്. കാരണം ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നാണെന്നാണ് പോലീസ് റിപ്പോർട്ട് പറയുന്നത്. റബേഷിന് പറയാമല്ലോ, എനിക്ക് ഇടത്തുനിന്ന് കിട്ടിയാണ്, ഇന്ന് UDF-കാരൻ, ഇന്ന് മുസ്ലിം ലീഗുകാരൻ, ഇന്ന് കോൺഗ്രസ്സുകാരൻ അവൻ ഷെയർ ചെയ്താണ്, അല്ലെങ്കിൽ അവൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് ഒരുത്തൻ എനിക്ക് അയച്ചു തന്നാണ്, അങ്ങനെയും പറയാമല്ലോ. ഇതൊരു UDF-കാരൻ്റെ, ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഫാമിലി ഗ്രൂപ്പ് കണ്ടപ്പോൾ നമ്മുടെ സഖാവായിട്ടുള്ള നമ്മളോട് താല്പര്യമുള്ള ഒരുത്തൻ എനിക്കത് അയച്ചു തന്നാണ്, അങ്ങനെയും പറയാമല്ലോ. അപ്പോൾ അത് ആ സഖാവ് ഇത് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഒറ്റ വാക്ക്. അതിന് എന്തോരം സിദ്ധാന്തങ്ങളാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചാനൽ വന്നിരുന്നിട്ട് CPM-ൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു നുണ പറയുമ്പോൾ ഒന്നാമത് നുണയാണെന്ന് ആളുകൾക്ക് മനസ്സിലാവും. ഇത് അവന്മാർ മനസ്സിലാക്കണ്ടേ? ശുദ്ധ നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇനി ആ നുണ സ്ഥാപിക്കാൻ എന്തോരം പുതിയ നുണകൾ പറയണമെന്നേ. ഒരു നുണ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് 100 നുണ അധികമായിട്ട് പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നാണം കെട്ട് നിൽക്കുകയാണ് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത്. എന്ത് കാര്യത്തിലാണ് നാണം കെട്ട് നിൽക്കുന്നത്?
ഒരു സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കുന്ന, സമൂഹത്തെ കുഴപ്പത്തിലാകുന്ന അങ്ങേയറ്റം വർഗീയമായിട്ടുള്ള വഷളായിട്ടുള്ള ഒരു ഏർപ്പാടിൻ്റെ പേരിലാണ്. ഇത് സി പി എമ്മിന് നിന്ന് എളുപ്പം കൈയൂരി രക്ഷപ്പെട്ട് പോകാൻ പറ്റുകയില്ല. സി പി എം അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് ഗോവിന്ദ മാഷ് പത്രസമ്മേളനം. കാരണം അദ്ദേഹം ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ റബേഷിനോടത് ചോദിച്ചാൽ എന്തുകൊണ്ട് റബേഷ് അത് പറയുന്നില്ല? അത് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും അത് എത്തും എന്ന് സി പി എം ഭയക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ കാരണം. കോഴിക്കോട് ജില്ലയിൽ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും എത്തും, അതിലൊരു സംശയമില്ല. അങ്ങനെ അല്ലെങ്കിൽ സി പി എമ്മിന് ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാവുന്നുള്ള ഈ പ്രശ്നം, റബേഷ് വിചാരിച്ചാൽ തീർക്കാവുന്നുള്ള പ്രശ്നം എവിടെ നിന്ന് കിട്ടിയെന്നാണ്. ഇനി അത് റബേഷ് അത് പാർട്ടിക്കും പറഞ്ഞു കൊടുക്കാൻ സന്നദ്ധമല്ല, പോലീസിനും പറഞ്ഞു കൊടുക്കാൻ സന്നദ്ധമല്ല. ഒരു ഡിജിറ്റൽ പ്രോപ്പർട്ടി അത് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു, ഏതിലൂടെയൊക്കെ സഞ്ചരിച്ചു എന്ന് ഇന്ന് കണ്ടെത്താൻ വല്ല പണിയുണ്ടോ? അത്രയും നിഷ്കളങ്കരാണോ കേരള പോലീസ് പറയുന്നത്? ഇത്രയും ഈ കപ്പാസിറ്റി ഇല്ലാത്തതാണോ കേരളത്തിലെ സൈബർ സെൽ എന്ന് പറയുന്നത്? പക്ഷേ പോലീസും പാർട്ടിയും അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോട് റൂറൽ എസ് പിയെ മാറ്റി കഴിഞ്ഞു, വടകരയിൽ എസ് പിയെ മാറ്റിയിട്ടുണ്ട്. പാർട്ടിക്ക് പ്രിയപ്പെട്ട ആളെ അവിടെ കൊണ്ടുവന്ന് നിർത്തും, അന്വേഷണം അതിലൊക്കെ കട്ടിമറിക്കും. ഇതൊരു കോൺഗ്രസ് UDF CPM തർക്കമായിട്ട് കുറച്ച് കാലം അങ്ങനെ പോകും എന്നായിരിക്കും CPM വിചാരിക്കുന്നുണ്ടാകുക. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇത് കോൺഗ്രസും UDFും കോൺഗ്രസും CPM തമ്മിലുള്ള തർക്കം മാത്രമല്ല. ഇതിലെ ഒന്നാമത്തെ ഇര ആരാണെന്നറിയോ? ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. മുസ്ലിം സമുദായം എന്ന് പറഞ്ഞൊരു സമുദായം ഇവിടെ ജീവനോടെ ഇരിപ്പുണ്ട്. അത് ഈ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നൊരു സമുദായമാണ്. അത് ജീവനുള്ളൊരു സമുദായമാണ്. CPM ആ സമുദായത്തോട് എന്ത് പറയും? ഗോവിന്ദ മാഷ്ക്ക് ഇങ്ങനെ സൈദ്ധാന്തിക ഡയലോഗുകൾ അടിച്ച് പത്രക്കാരുടെ മുമ്പിൽ തൽക്കാലം രക്ഷപ്പെട്ടു പോകാം. അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ UDFിനെതിരെ മുസ്ലിം ലീഗിനെതിരെ ആരോപണം ഉന്നയിക്കാം. പക്ഷേ ഈ സമുദായത്തിൻ്റെ മുന്നിൽ സമുദായവുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് CPM എപ്പോഴും ഈ തരത്തിലുള്ള വർഗീയ പ്രചാരണം നടത്തുന്നത്. മാഷാ അല്ലാ അവരുപയോഗിക്കുന്നു. കാഫിർ, 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? CPM എന്താ ചെയ്യുന്നത്? മുസ്ലിം സമുദായത്തെ മോശമാക്കുക, ഡിമണൈസ് ചെയ്യുക. ഒരു അധകൃത വർഗമാണ്. അത് ഈ ജനാധിപത്യപരമായ ചിന്തകളില്ലാത്ത ഒരു ഇലക്ഷൻ സമയത്ത് പോലും നിസ്കരിക്കുന്ന ആളെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു ജനതയാണ്. ഒരു ലെസർ ഹ്യൂമൻസിൻ്റെ ഒരു സംഘമാണ്. ആധുനികമായ ഈ സംഗതികളെക്കുറിച്ച് ധാരണയില്ലാത്തവരാണ് എന്നൊക്കെയുള്ള ഈ പറയുന്ന ഹിന്ദുത്വ സംഘ് പരിവാർ ഏത് നിലക്കാണോ മുസ്ലിങ്ങളെ ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ നിലയിലൊരു കമ്മ്യൂണിറ്റിയാക്കി ഈ കമ്മ്യൂണിറ്റിയെ നിർത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ലാഭം നേടാനാണ് അങ്ങനെയുള്ളൊരു ഇമേജ് ഉണ്ടാക്കി ഈ മുസ്ലിം വിരുദ്ധത വളർത്തി. ഞാൻ ഇതിൻ്റെ 2-3 ദിവസം മുമ്പ് പറഞ്ഞു, CPM ഒരു വർഗീയ പാർട്ടിയല്ല, ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയല്ല. പക്ഷേ മുസ്ലിം വിരുദ്ധതയെ അതിൻ്റെ കച്ചവട മൂല്യം തിരിച്ചറിഞ്ഞ് അത് ഉപയോഗപ്പെടുത്താൻ എന്തെല്ലാം വഷളത്തരങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പാർട്ടിയാണ്. അത് BJPയേക്കാൾ മോശപ്പെട്ട രീതിയിൽ വടകരയിൽ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഗോവിന്ദ മാഷിന് തൽക്കാലം കോൺഗ്രസിനെ പറഞ്ഞ് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഈ പത്രക്കാരുടെ മുമ്പിൽ അതും ഇതും പറയാം. പക്ഷേ ഈ കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടെന്നും അവരിത് കാണുന്നുണ്ടെന്നും ചിന്തിക്കുന്ന, വായിക്കുന്ന, കാര്യങ്ങളെ തിരിച്ചറിയുന്ന മനുഷ്യരാൽ സമ്പന്നമായൊരു കമ്മ്യൂണിറ്റിയാണ് ഇതെന്നും CPMും ഗോവിന്ദ മാഷും മനസ്സിലാക്കണം. ഇപ്പോൾ ദാവൂദ് സാറ് പറഞ്ഞ പോലെ ഈ സ്ക്രീൻഷോട്ട് എവിടെ വന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ അതാണിങ്ങനെ ഈ സിദ്ധാന്തം അടിച്ച് വീണ്ടും നാണം കിടുന്നത്. വളരെ ലാഘവത്തോടെയാണ് ഇപ്പോഴും ഇവർ ഈ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ CPM ഇതിൽ ശരിക്കും ഇപ്പോൾ നാണം കിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ അങ്ങനെ ആയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിക്ക് പറ്റിയ പിശകുകൾ, പാർട്ടിയുടെ ജനകീയ ബന്ധങ്ങൾ പുനഃപരിശോധിക്കും, ഞങ്ങൾ തിരുത്തൽ വരുത്തുമെന്ന് കുറേ അധികം വാർത്താ സമ്മേളനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് MP ഗോവിന്ദ മാസ്റ്റർ. അത് തിരുത്തേണ്ടതാണ്, പല ഘട്ടങ്ങളിലും തിരുത്തേണ്ടതാണ്. പാർട്ടി വോട്ടുകൾ പലയിടത്തും ചോർന്നു പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് തിരുത്തൽ പ്രക്രിയ തുടങ്ങിയിട്ടുണ്ടാവും. CPM സ്വാഭാവികമായിട്ടും തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഇത് അപരിഹാര്യമായ തെറ്റായി നിൽക്കുകയാണ് ഈ വടകരയിലെ സംഭവം. വടകരയിലെ സംഭവം എന്ന് വെച്ചാൽ അവർക്കത് തിരുത്താൻ പറ്റില്ല ഇനി. കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയാണ്, ഞാൻ പറയുന്നതാണ് പാർട്ടി നിലപാട്, KK ശൈലജ പറയുന്നതല്ല പാർട്ടി നിലപാട്. ശൈലജ ടീച്ചർ എന്താ പറഞ്ഞത്? ആ സ്ക്രീൻഷോട്ട് തെറ്റാണെന്നറിഞ്ഞ് KK എഴുതുക, തെറ്റാണെന്ന് അറിയാതെയോ അത് ഷെയർ ചെയ്ത് ശരിയായില്ല എന്ന് ശൈലജ ടീച്ചർ പറയുകയാണ്. ശൈലജ ടീച്ചർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഇദ്ദേഹം പൊളിറ്റ് ബ്യൂറോ അംഗമാണ്. പാർട്ടി ഘടന അനുസരിച്ച് കേന്ദ്ര കമ്മിറ്റിയാണ് മുകളിൽ, കേന്ദ്ര കമ്മിറ്റിയുടെ അനക്ഷർ മാത്രമാണ് പൊളിറ്റ് ബ്യൂറോ. ഇദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം പറയാണ് ശൈലജ പറഞ്ഞതല്ല ശരി, ഞാൻ പറയുന്നതാണ് ശരി, ആര് പറഞ്ഞാണ് ശരി നമുക്ക് തീരുമാനിക്കാം, അത് വിട്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രയോഗത്തിലേക്ക് CPM പോയത്?
എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ CPM-ൻ്റെ നിരന്തരമായ ഒരു ആക്ഷേപമാണ് മുസ്ലിം ലീഗിനെതിരെയുള്ള ആക്ഷേപം. ഞാൻ മുസ്ലിം സമുദായത്തിനെതിരെന്ന് പറയില്ല. മുസ്ലിം ലീഗിനെതിരെ ആക്ഷേപം ലീഗ് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്നു എന്നുള്ളത് സ്ഥിരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ വടകരയിൽ ഷൈല ടീച്ചർ അവർ നിർത്തുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് CPM നിർത്തുന്നത്. അവർക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റാണ് വടകരയിൽ നിർത്തുന്നത്. പക്ഷേ അവിടെ ഷാഫി വന്നിറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു ഓളമുണ്ട്. കാരണം ഷാഫി വടകരയ്ക്ക് അങ്ങനെ പരിചിതനായ ഒരാളല്ല, അദ്ദേഹം ആദ്യമായിട്ട് വരുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഉണ്ടാക്കിയൊരു ഓളമുണ്ട്. ആ ഓളത്തിൽ ആ വിജയപ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുകയാണെന്ന് വൈകിയാണ് അവർ തിരിച്ചറിയുന്നത്. കാരണം അത്ര തീവ്രമായൊരു ഫൈറ്റാണ് അവിടെ നടന്നത്. നമുക്കറിയാം, നമ്മളത്ര റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ഈ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ എന്താണ്, CPM-ൻ്റെ സ്ട്രോങ് ഹോൾഡിൽ നിന്ന് കൂടി വോട്ട് ഷാഫി പിടിക്കും എന്നവർ തിരിച്ചറിയുന്നത്. അത് തിരിച്ചറിയാനുള്ള മെക്കാനിസം CPM-ന് അവിടെ ഉണ്ട്. കാരണം CPM-ൻ്റെ സ്ട്രോങ് ഹോൾഡാണ് വടകര എന്ന് പറഞ്ഞ മണ്ഡലം. ആ സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് അവലോകന യോഗം. അത് വേറെ എവിടെയും പോയിട്ടില്ല. അങ്ങനെ വേറെ എവിടെയും എല്ലായിടത്തും ഗോവിന്ദ മാസ്റ്റർ തന്നെയാണ് ഈ റിവ്യൂ നടത്തുക എല്ലാ മണ്ഡലങ്ങളിലും. പക്ഷേ മുഖ്യമന്ത്രി നേരിട്ട് നടന്ന അവലോകന യോഗം നടന്നത് വടകരയിൽ വെച്ചാണ്. അത് ഈ കാഫർ സ്ക്രീൻഷോട്ട് ഇറങ്ങുന്നതിന് 6-7 ദിവസം മുമ്പാണ് അദ്ദേഹം ആ റിവ്യൂവിന് വരുന്നത്. 6-7 ദിവസം മുമ്പാണ്. അപ്പോൾ ആ റിവ്യൂവിൽ പ്രധാനപ്പെട്ട കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട നേതാക്കളെ പങ്കെടുത്തിട്ടുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസുണ്ട്, മോഹൻ മാസ്റ്ററുണ്ട്, അങ്ങനെ കോഴിക്കോട്ടെ എല്ലാ അവൈലബിൾ ആളും, ഷൈല ടീച്ചറും ഉണ്ടായിരുന്നു അതിൽ. ആ യോഗത്തിന് ശേഷം 6 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് പുറത്തു വരുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? അതായത് ഈ സ്ക്രീൻഷോട്ട് പുറത്തു വന്നാൽ ഷാഫിക്കെതിരായിട്ടുള്ള, കാരണം ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വളരെ കുറച്ച് ഒരുപാട് നാളായിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായ എടുത്തു കഴിഞ്ഞാൽ പക്ക സെക്യുലർ ആയിട്ടുള്ളൊരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സമുദായത്തെയോ ഏതെങ്കിലും മതത്തെയോ ജാതിയോ ഒന്നും ഒരർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പോലും അദ്ദേഹം അത്തരം കാര്യങ്ങൾ സൂക്ഷ്മ പ്രവർത്തുന്ന ആളാണ്. എങ്ങനെ ഒരു സമുദായ സംഘടനയുടെ യോഗത്തിൽ പോയി പങ്കെടുത്തേക്കാം, അല്ലെങ്കിൽ ഒരു മതസംഘടനയിൽ പോയി അങ്ങനെ ഒന്നും നോക്കാതെ അങ്ങനെ അത്രമാത്രം സൂക്ഷ്മത അദ്ദേഹം അവിടെ പാലിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് വോട്ട് കിട്ടുന്നത് വേറെ കാര്യം. അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ത് ചെയ്യുന്നത്, ഈ വർഗീയവാദികളായ മുസ്ലിം ലീഗുകാരുടെ വർഗീയമായ പ്രചാരണങ്ങൾ കൊണ്ട് വോട്ട് നേടുന്ന ഒരാളായി ചിത്രീകരിച്ചുകൊണ്ട് എതിർ വിഭാഗത്തിൽ, അതായത് റിയാക്ഷൻ ഉണ്ടാവില്ല എതിർ വിഭാഗത്തിൽ. വർഗീയതയ്ക്ക് അങ്ങനെ പലതരത്തിലുള്ള റിയാക്ഷൻ ഉണ്ട്. വർഗീയത ബഹുതലസ്പർശിയായിട്ടുള്ള റിയാക്ഷനുള്ള സാധനമാണ്. ഒരാൾ വർഗീയത പറഞ്ഞാൽ അതിന് പലതരത്തിൽ അടരുകളിൽ നിന്ന് അതിന് റിയാക്ഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെ എതിർ റിയാക്ഷനിലൂടെ വോട്ട് നേടാം എന്ന ഒരു കുടിലമായ ഹീനമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അവിടെ ഉണ്ടായത് അത് CPM ആണ് ചെയ്തതെങ്കിൽ ഞാനത് ഇൻവെർട്ടഡ് കോമ പറയാണ്, CPM ആണ് ചെയ്തതെങ്കിൽ വളരെ ഹീനമായൊരു തന്ത്രമാണത്. ഇനി ഇതേക്കുറിച്ചുള്ള ഇന്നത്തെ ഗോവിന്ദ മാഷിൻ്റെ വാർത്താ സമ്മേളനം ഇന്ന് വയ്ക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത്രയും ദിവസമായി അത് ചർച്ച ചെയ്യപ്പെടുന്നു. ഇന്ന് വയ്ക്കുന്നത് എന്താണ്, അത് ഇനി കേസന്വേഷണം മുന്നോട്ട് പോവില്ല എന്ന് CPM-ഉം സർക്കാരും ഉറപ്പിച്ചു. അതുകൊണ്ടാണ് അവിടുത്തെ റൂറൽ SP മാറ്റുന്നത്. ഇനി അവിടെ എന്ത് ചെയ്യില്ല, ഈ റിബേഷിന് അപ്പുറത്തേക്കൊരു കണ്ണി കണ്ടെത്താൻ കഴിയില്ല. കാരണം പോലീസിനോട് തന്നെ മൊഴി എന്താണ്, എനിക്കത് പറയാൻ കഴിയില്ല. ഒരു കേസിൽ ഒരു മൊഴി നൽകാൻ, അദ്ദേഹം സാക്ഷിയാണ് ഇപ്പോഴും, ഈ കേസിൽ പ്രതിയല്ല, ഈ കേസിന് പ്രതിയില്ല, എല്ലാവരും സാക്ഷികളാണ്. എനിക്കത് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് അങ്ങനെ തന്നെ എഴുതി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല അത്രേ എന്ന് റിപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് റിബേഷിൻ്റെ ഫോൺ അയച്ചിട്ടുണ്ട്. റിബേഷിൻ്റെ ഫോണിലല്ല അത് ഉണ്ടാക്കിയതെങ്കിൽ ഇനി അടുത്ത റിപ്പോർട്ട് കൊടുക്കും. എന്താണ്, റിബേഷിൻ്റെ ഫോണിലല്ല അത് ഉണ്ടാക്കിയത്, അദ്ദേഹത്തിന് വേറെ എവിടെ നിന്നോ കിട്ടിയതാണ്, അദ്ദേഹത്തിന് അത് പറയാൻ കഴിയില്ല, ആ കേസ് അവസാനിക്കും. ഇതാണ് സംഭവിക്കാം. അപ്പോൾ ഈ ഉറപ്പ് സർക്കാരിൽ നേടിയതുകൊണ്ടാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒന്ന് ധൈര്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും ഇതിൽ ബന്ധമില്ല, ഇതെല്ലാം കുപ്രചാരമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ കേസ് അങ്ങനെ കെട്ടടങ്ങി പോകുമെന്ന് അല്ലല്ല, അതിന് വേറെ തമാശയുണ്ട്. ഇത് ആദ്യമായിട്ട് അല്ല MV ഗോവിന്ദൻ അല്ലാതെ പറയുന്നത്, MV ജയരാജനാണ് പറയുന്നത്. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇത്തരം ഗ്രൂപ്പുകളെ മുഴുവൻ അദ്ദേഹം തള്ളി പറഞ്ഞിരുന്നു. കാരണം ഇത് അദ്ദേഹം ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിവാദം ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് പറഞ്ഞതാണത്. പോരാളി ഷാജി അല്ലല്ലോ ഇത്, പോരാളി ഷാജിയിൽ 3ാം ഘട്ടത്തിലൊക്കെയാണ് അത് ഷെയർ ചെയ്യുന്നത്. തുടക്കത്തിൽ ഷെയർ ചെയ്യപ്പെട്ട അവരല്ല, 4ാമതാണ് വരുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു പോരാളി ഷാജി യഥാർത്ഥത്തിൽ പാർട്ടി ഘടനയിലുള്ള ഒരു ഫേസ്ബുക്ക് പേജ് അല്ല എന്ന് എല്ലാവർക്കും അറിയാം. പാർട്ടി ഘടനയിലല്ല, കാരണം പാർട്ടിയെ പോലും വിമർശിക്കുന്ന കണ്ടന്റ് അതിൽ വരുന്നുണ്ട്. അവരല്ലല്ലോ പ്രശ്നം, അവരെ ചൂണ്ടിക്കാട്ടിട്ട് എന്ത് ചെയ്യുകയാണ്, മറ്റുള്ളവരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും മറ്റു ഗ്രൂപ്പുകളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് കെട്ടടങ്ങുമെന്ന് കരുതിയെങ്കിലും ഇത് CPM-ൻ്റെ ഈ പോസ്റ്റ് എലക്ഷൻ തിരുത്തൽ പ്രക്രിയയുടെ അപരിഹാര്യമായ തെറ്റായി മാറുകയാണ്. അത് ആളുകൾക്കത് മനസ്സിലാവും. മലയാളികൾ നല്ല രാഷ്ട്രീയ ബുദ്ധിയുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ടെക്നോളജിയൊക്കെ ഇത്രയും വളർന്ന കാലത്തും ഇങ്ങനെ കേവലമായ ന്യായം പറഞ്ഞ് വളരെ ലാഘവത്തോടെയുള്ള ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം മോശമാണ്.
ഈ സ്ക്രീൻഷോട്ട് തങ്ങളല്ല ഉണ്ടാക്കിയത് എങ്കിൽ, തങ്ങളല്ല പ്രചരിപ്പിച്ചതെങ്കിൽ അത് എവിടെ നിന്ന് വന്നു എന്ന് പറയാനുള്ള കേവലമായ ഉത്തരവാദിത്വമെങ്കിലും ഇപ്പോൾ ഈ ചെന്നെത്തി നിൽക്കുന്ന DYFI നേതാവ് കാട്ടണം. അതിനോടനുബന്ധിച്ച് പാർട്ടി അത് കൃത്യമായി ആവശ്യപ്പെട്ട് അത് തെളിയിക്കാനുള്ള ബാധ്യതയെങ്കിലും അവർക്ക് ധാർമ്മികമായൊരു ബാധ്യത ഉണ്ടാകണം. അപ്പോൾ ഇനി അന്വേഷണം മുന്നോട്ട് പോകുമോ എന്നുള്ളതും ഒരു ചോദ്യമായി അവിടെ നിൽക്കുന്നുണ്ട്. യെസ്, അപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസിൽ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വാർത്തകൾക്കായി മീഡിയ വണിനൊപ്പം തന്നെ പ്രിയ പ്രേക്ഷകർ തുടരുക. മീഡിയ വണിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട്, ഒപ്പം തന്നെ മീഡിയ വണിൻ്റെ യൂട്യൂബ് ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.